Thank you all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില ടെർമിനോളജിയാണ് ഡിസ്കസ് ചെയ്തത്. ടെർമിനോളജികൾ ഒന്ന് ജഗദീഷ് ഭായി പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഷാർപ്പ് റേഷ്യോ, ദെൻ ദ ബീറ്റ, ഇത്രയാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അത് സംബന്ധിച്ച് ഒന്നും കൂടി വിശദമാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഫാക്ട് ഷീറ്റും മറ്റും വെച്ചിട്ട് എങ്ങനെയാണ് അത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ജഗദീഷ് ഭായി പറഞ്ഞിരുന്നത്. അപ്പം ഞാനത് ഒന്നും കൂടെ മുഴുവൻ ആവർത്തിക്കുന്നില്ല, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ആവർത്തിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന സബ്ജക്ട്സ് ഒന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു റിവിഷൻ നടത്തുന്നുണ്ട്, രണ്ട് ബീറ്റ ഓൾസോ റിവിഷൻ, ഷാർപ്പ് റേഷ്യോ ഓൾസോ വി വിൽ ഡു ദ റിവിഷൻ, then we will go to Jensen's alpha, then price to earnings ratio, price to book value, and a few other terminologies also that usually appear in fact sheets. ഈ ഫാക്ട് ഷീറ്റുകളിൽ വരുന്ന ടെർമിനോളജികൾ ഇക്വിറ്റി ഫണ്ട്സിന് വരുന്ന ടെർമിനോളജികളും ഡെപ്റ്റ് ഫണ്ടിന് വരുന്ന ടെർമിനോളജികളും ഡിഫറൻ്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് ഉണ്ട്. അതിൽ ഈ ഡെപ്റ്റ് ഫണ്ടിൻ്റെ ടെർമിനോളജി നമുക്ക് തുടർന്നുള്ള വേറെ ഒരു ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ. ഇപ്പം ഇക്വിറ്റി ഫണ്ടിൻ്റെ ടെർമിനോളജീസാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽ കർവ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഞാനിപ്പോൾ അതെല്ലാം സ്കിപ്പ് ചെയ്യാണ്. സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഫാക്ട് ഷീറ്റ് എടുക്കുകയാണ്. ആ ഫാക്ട് ഷീറ്റ് ഏതെടുക്കണം എന്നൊക്കെയുള്ള ആലോചിച്ചു. അവസാനം ഞാൻ തീരുമാനിച്ചത് ICCയുടെ ഫാക്ട് ഷീറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ICCയുടെ ഫാക്ട് ഷീറ്റ് ICCയുടെ ഫാക്ട് ഷീറ്റ് ഇതാണ് ICCയുടെ ഫാക്ട് ഷീറ്റ്. ഈ ഫാക്ട് ഷീറ്റിൽ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ICCയുടെ ബ്ലൂ ചിപ്പ് ഫണ്ടാണ്. ആ ബ്ലൂ ചിപ്പ് ഫണ്ടിൽ ഇതിനകത്ത് തുടക്കത്തിൽ എൻ്റെ 1 year റിട്ടേൺ, 3 year റിട്ടേൺ, 5 year റിട്ടേൺ, സിൻസ് ഇൻസെപ്ഷൻ റിട്ടേൺ, ഇതെല്ലാം കോമ്പൗണ്ടഡ് ആനുവലൈസ്ഡ് റിട്ടേൺസ് ആണ്. നമ്മൾ നോക്കുമ്പോൾ 1 year റിട്ടേൺ 33.54% ആണ്. But 3 year return is only 22.29%. And the 5 year return is 18.19%. ഇതിൽ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടിൻ്റെ റിട്ടേണിൽ ഉണ്ടാകുന്ന വോളറ്റിലിറ്റി. നമുക്കറിയാം, ഒരു ഫണ്ടിൻ്റെ റിട്ടേൺ എക്കാലത്തും ഒരേ രൂപത്തിലായിരുന്നില്ല. ബട്ട് ഓവർ ദ ലോങ് ടേം the return will be around, നല്ല ഫണ്ടൊക്കെ ആണെങ്കിൽ return will be around 15%, maybe for 13, 14 or 17, 18. വളരെ ചുരുക്കം ഫണ്ടുകൾ 20% കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട്സും ഉണ്ട്. ഇത് ഇതിൻ്റെ റിട്ടേൺസിൻ്റെ ഹിസ്റ്ററിയാണ്. അത് താഴോട്ട് വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്ന് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുത്തിട്ടുള്ളത് 12.07%. നമ്മൾ ഈ ഫാക്ട് ഷീറ്റിൽ നേരത്തെ ഇതിൻ്റെ റിട്ടേൺ നമ്മൾ കണ്ടത്, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുന്നത് ഒരു 3 കൊല്ലത്തെ റിട്ടേണിലുണ്ടാകുന്ന വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണക്കാക്കിയിട്ടുള്ളത്. ഇവിടെ 3 year റിട്ടേൺ എന്ന് പറയുന്നത് 22.29%. ഇതിൽ നിന്ന് ഉണ്ടാകാവുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മറ്റൊരു ഒന്ന് കാണുന്നത് ഷാർപ്പ് റേഷ്യോ കൊടുത്തിട്ടുണ്ട്, ദെൻ പോർട്ട്ഫോളിയോ ബീറ്റ കൊടുത്തിട്ടുണ്ട്, ഡിവിഡൻഡ് ഈൽഡ് കൊടുത്തിട്ടുണ്ട്, ദെൻ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ. ഈ രണ്ടും ജസ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞു പോകും.
പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഷാർപ്പ് റേഷ്യോയും ബീറ്റയും ദെൻ ഒരു ടെർമിനോളജി കൂടെ ഉണ്ട്, ജെൻസൺസ് ആൽഫ എന്നാണ് പറയുന്നത്. ഈ ടെർമിനോളജികൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡിക്കേറ്റേഴ്സിന് കുറെ കൂടെ ബ്രോഡായിട്ട് മറ്റു ചില സൈറ്റുകളിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ എടുത്തിരിക്കുന്ന സൈറ്റ് വാല്യൂ റിസർച്ചിന്റെ സൈറ്റാണ്. ആ വാല്യൂ റിസർച്ചിന്റെ സൈറ്റിൽ ഇവിടെ മീൻ റിട്ടേൺ, ഈ മീൻ റിട്ടേൺ നമ്മൾ ഫാക്ട് ഷീറ്റിൽ കണ്ടതും ഇവിടുത്തതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. അതിന് പരിഗണിക്കപ്പെട്ടിട്ടുള്ള പീരീഡിന്റെ വ്യത്യാസം കൊണ്ട് ആയിരിക്കാം. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം ആണ് കൊടുത്തിട്ടുള്ളത്. ഷാർപ്പ് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ഫാക്ട് ഷീറ്റ് ഇല്ലാതിരുന്ന ഒരു ടെർമിനോളജി ഇവിടെ ഉണ്ട്, സോർട്ടിനർ റേഷ്യോ. ഇന്ന് അത് നമ്മളെ സംബന്ധിച്ച് അത്ര പ്രധാനമല്ല, എങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ദെൻ ബീറ്റ എന്താണ്? ബീറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആൽഫ ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ്. ആൽഫ ഫാക്ട് ഷീറ്റുകളിൽ പറഞ്ഞിട്ടില്ല, അത് ഫാക്ട് ഷീറ്റുകളിൽ ആരും പറയാറുമില്ല. ആൽഫ എന്ന് പറയുന്നത് ഒരു ഫണ്ടിന്റെ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ശാസ്ത്രീയമായിട്ട് ഫണ്ടിന്റെ ബീറ്റയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കിട്ടാം, ദർ ഇസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. അതിനേക്കാൾ കൂടുതൽ എന്ത് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, അതാണ് ഈ ആൽഫ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ ചില ഫണ്ടുകളുടെ ആൽഫ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡിക്കേറ്റേഴ്സിൽ ഈ ഒരു ടെർമിനോളജി ആഡ് ചെയ്യാത്തത്. സോ ഞാൻ വീണ്ടും ഗോപിനാഥ് സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ ലേമാന് അറിയാൻ വേണ്ടിയിട്ട് വിത്ത് ലെസർ വോളറ്റാലിറ്റി ഹൗ മച്ച് റിട്ടേൺ ഈസ് ജനറേറ്റഡ്, അത് തന്നെയല്ലേ മീൻ ചെയ്യണത്? ഇൻ എ പർട്ടിക്കുലർ ഫണ്ട് ഇഫ് ദ ഷാർപ്പ് റേഷ്യോ ഈസ് 1.34 മീൻസ് എത്ര പെർസെൻറ്റേജ് ഇപ്പൊ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഒരു വോളറ്റൈൽ അസറ്റ് ആണ്. ഫണ്ടാണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും വോളറ്റൈൽ ആണ്. അങ്ങനെ ഒരു വോളറ്റൈൽ അസറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റിട്ടേണിൽ നിന്ന് എത്ര താഴോട്ട് പോവാം, എത്ര മുകളിലോട്ട് പോവാം, ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അങ്ങനെ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഇപ്പൊ ഇവിടെ നമ്മൾ 12.07% ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് വിൽ അസ്യൂം 12.07 ഈസ് ദ റിസ്ക് ദാറ്റ് വി ഹാവ് ടേക്കൺ. അതില് ഒരു റിസ്കിന് എന്ത് കിട്ടി, എന്ത് റിട്ടേൺ കിട്ടി, അതാണ് ഈ 1.34. ഞാനൊരു കേസ് പവർ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇതൊക്കെ കൺഫ്യൂസിങ് സബ്ജക്ട്സ് ആണ്, അതുകൊണ്ട് ക്ഷമിക്കണം. ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് വരും. എന്നെക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ കൂട്ടത്തിലുണ്ട്. സോ ദേ മേ ബി ഏബിൾ ടു. നമ്മൾ ഇത് നോക്കുമ്പോൾ ഷാർപ്പ് റേഷ്യോ ഷുഡ് ബി മോർ ദാൻ 1% ആണെങ്കിൽ ദാറ്റ് ഫണ്ട് ഈസ് ഗുഡ് എന്നുള്ളതാണ് അണ്ടർലൈങ്. ഷാർപ്പ് റേഷ്യോ മോർ ദാൻ 1 എന്നുള്ളതല്ല. പല ഫണ്ടുകൾ എടുക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുറച്ച് ലാർജ് ക്യാപ് ഫണ്ടുകൾ എടുക്കുകയാണ്. ആ ലാർജ് ക്യാപ് ഫണ്ടുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ഫണ്ടിന് ഒരേ റിട്ടേൺ ഉണ്ട്. പക്ഷേ ഒന്നിന്റെ ഷാർപ്പ് റേഷ്യോ ഹൈ ആണ്. അപ്പൊ ഷാർപ്പ് റേഷ്യോ ഹൈ ആയിട്ടുള്ള ഫണ്ടാണ് നല്ല ഫണ്ട്. അത് റിട്ടേൺ പെർ യൂണിറ്റ് റിസ്ക്, നമ്മൾ എടുക്കുന്ന റിസ്കിന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ കൂടുതലായിരിക്കും. അത് ആരെങ്കിലും പൈ ഇന്ററാക്ട് ചെയ്യുന്നത് നന്നാണ്. വേറെ ആരെങ്കിലും എനിബഡി ക്യാൻ ഇന്ററാക്ട്, ബട്ട് എല്ലാവരും കൂടെ ഇന്ററാക്ട് ചെയ്താൽ നമ്മുടെ സമയം ഒരുപാട് പോകും. സോ പ്ലീസ് ഇന്ററാക്ട്. നമ്മളിപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരാത്ത കാര്യങ്ങളിൽ അപ്പോഴപ്പോൾ ചോദിച്ച് പോകുന്നതാണ് നല്ലത്. ഇവിടെ ഇതൊരു ലൈവ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ICICIയുടെ ബ്ലൂ ചിപ്പ് ഫണ്ടിന്റെ വാല്യൂ റിസർച്ചിൽ ഉള്ള ഫിഗേഴ്സ് ആണ് ഞാനിവിടെ കോട്ട് ചെയ്യുന്നത്. ഒന്ന്
അതിൻ്റെ മീൻ റിട്ടേൺ എന്ന് പറയുന്നത് 3 year മീൻ റിട്ടേൺ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് അടുത്ത് വരുന്നുണ്ട്. ദെൻ ഷാർപ്പ് റേഷ്യോ. ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ 3 പാരാമീറ്റേഴ്സ് മാത്രം നോക്കാം. അതിൽ സോർട്ട്നർ റേഷ്യോ, ബീറ്റ, ആൽഫ, വീൽ അത് സബ്സിക്വന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഇത് ഫണ്ട് ഞാൻ പേര് കൊടുത്തിട്ടില്ല, ഫണ്ട് XXX. അതില് മീൻ റിട്ടേൺ, അതില് ഫാക്ട് ഷീറ്റിലുള്ളതും വാല്യൂ റിസർച്ചിലുള്ളതും ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. വാല്യൂ റിസർച്ചിൽ കൊടുത്തിരിക്കുന്നത് 21.03 ആണ്. വാല്യൂ റിസർച്ചിലും ഫാക്ട് ഷീറ്റിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുത്തിട്ടുള്ളത് 12.7% ആണ്. ഇത് ബാക്കി ഡേറ്റയും കൂടെ ഫില്ല് ചെയ്യാണ്, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഷാർപ്പ് റേഷ്യോ എക്സ്പ്ലെയിൻ ചെയ്യാൻ, സോർട്ട്നർ റേഷ്യോ, ബീറ്റ ആൻഡ് ആൽഫ. ഇതിന്റെ ഒരു കമ്പാരിസൺ പറഞ്ഞിട്ട് ഇതിന്റെ ഒരു കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ കോപ്പി ഓഫ് വാല്യൂ റിസർച്ച്. BSc എൻ്റെ ബെഞ്ച്മാർക്ക് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ BSc 100 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ആണ്. ആ ഇൻഡെക്സിന്റെ മീൻ റിട്ടേൺ ഓവർ ദ ലാസ്റ്റ് 3 years ഈസ് 18.64%. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 13.29. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ഫണ്ടിന്റെ റിട്ടേൺ ബെഞ്ച്മാർക്ക് റിട്ടേണിനേക്കാൾ കൂടുതലാണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബെഞ്ച്മാർക്കിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനേക്കാൾ കുറവാണ്. അപ്പൊ ഇത് രണ്ടും അട്രാക്റ്റീവ് ആണ്. ബട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് ഫണ്ടുകളിൽ കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് അസസ് ചെയ്യാൻ. ദെൻ ഇവിടെ ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു റിസ്കിന് എന്ത് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഷാർപ്പ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് BSc 100 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിന് ഒരു റിസ്കിന് കിട്ടിയ റിട്ടേൺ 1.03% ആണ്. പക്ഷേ ഈ ഫണ്ടിന് 1.34% കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ സാധാരണ ഈ മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഞാനടക്കം ഹിസ്റ്റോറിക് റിട്ടേൺ കാണിക്കും. ഹിസ്റ്റോറിക് റിട്ടേൺ കാണിക്കുന്ന കൂട്ടത്തിൽ ഹിസ്റ്റോറിക് റിട്ടേൺ ഇപ്പൊ പല ഫണ്ടുകളുടെ എടുത്താൽ 1 year റിട്ടേൺ 20% മുകളിലുള്ള ഒരുപാട് ഫണ്ടുകളുണ്ട്. 3 year റിട്ടേൺ 25 to 30% റിട്ടേണിൽ ഒരുപാട് ഫണ്ടുകളുണ്ട്. ഇതൊരു നമ്മളൊക്കെ ഒരു ക്ലയന്റിനെ കാണിക്കുന്ന കൂട്ടത്തിൽ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അദ്ദേഹം പ്രതീക്ഷിക്കുക? ഇത് ഭാവിയിലും ഈ പറഞ്ഞ റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷെ എക്കാലത്തും ഈ റിട്ടേൺ കിട്ടത്തില്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ നേരത്തെ ഫാക്ട് ഷീറ്റ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഈ ബ്ലൂ ചിപ്പ് ഫണ്ടിന്റെ since inception return is only 15.14%. എന്ന് മാത്രമല്ല ഷോർട്ട് ടൈമില് ഈ പറഞ്ഞത് ഇറ്റ് ക്യാൻ ബി ഹൈ, ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ക്യാൻ ബി ലോ, റിട്ടേൺ ക്യാൻ ബി ലോ, റിട്ടേൺ ക്യാൻ ബി നെഗറ്റീവ്. അപ്പൊ ഇതിനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഈ പ്രോബബിലിറ്റി കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് എങ്ങനെ പറയണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതിന്റെ റിസ്ക് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു 3 വർഷത്തെ കലണ്ടർ ഇയറിന്റെ റിട്ടേണിന്റെ ബേസിലാണ് ഈ റിസ്ക് പാരാമീറ്റേഴ്സ് എടുത്തിട്ടുള്ളത്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രോബബിൾ ഡീവിയേഷൻസ് ടെമ്പററി ഇൻ ഫ്യൂച്ചർ റിട്ടേൺസ്, ഇത് ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? പ്രോബബിൾ ഡീവിയേഷൻസ് ടെമ്പററി ആണ്. ടെമ്പററി എന്ന് പറയാൻ കാരണം നമുക്കറിയാം 2008 സബ്പ്രൈം ക്രൈസിസ് വന്ന സമയത്ത് അക്കാലത്തെ ഏറ്റവും ടോപ്പ് പെർഫോമിങ് ചെയ്യുന്ന ഫണ്ടുകളിലൊന്നായിരുന്നു ഫ്രാങ്ക്ലിൻ ടെംപിൾട്ടന്റെ ബ്ലൂ ചിപ്പ് ഫണ്ട്. ആൻഡ് ദ റിട്ടേൺ വാസ് അറൌണ്ട് 20+%. സബ്പ്രൈം ക്രൈസിസ് വന്നപ്പോൾ സെൻസെക്സ് 20,021 നിന്ന് 2008 ജനുവരി 10 20,021 നിന്ന് അടുത്ത വർഷം മാർച്ച് ആയപ്പോൾ ഇറ്റ് കെയിം ഡൗൺ ടു 8,000. ആ 8,000 വന്ന സന്ദർഭത്തിലും ടെമ്പിൾട്ടന്റെ ബ്ലൂ ചിപ്പ് ഫണ്ടിന്റെ റിട്ടേൺ ഇറ്റ് വാസ് 18+%. ഇപ്പൊ ഞാനിത് പറഞ്ഞത് ഈ ഷോർട്ട് ടൈമില് ഉണ്ടാകുന്ന വേരിയേഷൻസ്
high ആണെങ്കിൽ പോലും over the long term, impact of market volatility will be lower. ഇവിടെ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് probable deviations or deviations from the നമ്മളിപ്പോൾ എടുത്ത ആ 3 വർഷത്തെ ആനുവലൈസ്ഡ് റിട്ടേണിൽ നിന്ന് എന്ത് വ്യത്യാസം ഉണ്ടാകാം. 68% ഓഫ് ഫ്യൂച്ചർ റിട്ടേൺസ്, ഞാൻ പ്രിസൈസ്ലി 68.2 ആണ്, ഇപ്പൊ റഫായിട്ട് 68 എടുത്തിരിക്കുകയാണ്. ഈ 68% എന്ന് പറഞ്ഞ ഫ്യൂച്ചർ റിട്ടേൺസിൽ 68 മീൻസ് മോർ ദാൻ 50. സോ ഇറ്റ്സ് മെജോറിറ്റി ഓഫ് റിട്ടേൺസ്. ഇറ്റ് മേ ബി ആവറേജ് റിട്ടേൺ +1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്കിവിടെ ആവറേജ് റിട്ടേൺ എത്രയാണ് നമുക്കുണ്ടായിരുന്നത്? നമ്മളത് വാല്യൂ റിസർച്ചിന്റെ ഈ ഫണ്ടിന് 3 ഇയർ ആനുവലൈസ്ഡ് റിട്ടേൺ 21.03% ആണ്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഈ ഫണ്ടിൽ കണ്ടത് 12.707% ആയിരുന്നു. സോ ഷോർട്ട് ടൈമില് റിട്ടേൺ ക്യാൻ ബി ഈ ഡീവിയേഷൻ, ശരാശരി റിട്ടേൺ 21.03 നിന്ന് ഉണ്ടാകുന്ന ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഈ ശരാശരി റിട്ടേണിൽ നിന്ന് കൂടുതലാകാം, കുറവും വരാം. അത് ഞാൻ ആദ്യം കാണിക്കുന്നത് കൂടുതലാകുമ്പോൾ എത്ര വരെ പോകാം. ഇത് പറയാൻ കാരണം, ഞാനൊരു ക്ലയന്റിന്റെ അടുത്ത് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ഒക്കെ കാണിക്കും, എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പറയും ഈ റിട്ടേൺ 21.03 എന്ന് പറയുന്നത് സംടൈംസ് ഇറ്റ് ക്യാൻ ബി 21.03 പ്ലസ് 12.07%. That is, I would say it can be 33.1%. That's one option. ഇല്ലെങ്കിൽ the second probability is that it can be average return -1 standard deviation. Again, this is 21.03 is the 3-year average annualized return. അതിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയ്ക്കുകയാണ്. ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ again it is 12.07%. ഈ 21.03 നിന്ന് 12.07 കുറയ്ക്കുമ്പോൾ the return will that percentage will be 8.96%. So during the majority of the periods in the future, the return can be, the range can be 33.1% in between 33.1% and 8.96%. ഇത് സാധാരണ ഒരു അരിത്തമാറ്റിക്കൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ 8.96 to 33.1% എന്ന് പറയുന്നതാണ് നല്ലത്. മറിച്ച് നമ്മുടെ ഒരു കസ്റ്റമറുടെ അടുത്ത് പറയുമ്പോൾ തിരിച്ച് ഇറ്റ് ക്യാൻ ബി 33.1% ഓർ ഇറ്റ് ക്യാൻ ബി 8.96%. ഇത് പറഞ്ഞ് മനസ്സിലാക്കിയാലുള്ള പ്രയോജനം എന്ന് പറയുമ്പോൾ മാർക്കറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല മുമ്പോട്ട് പോകുന്നത്. ഇത് മുൻകൂട്ടി പറഞ്ഞു പോയപ്പോൾ കൂട്ടത്തിൽ പറയുക ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ സംഭവിച്ചാൽ പാനിക്കാകരുത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുന്നത് നന്നായിരിക്കും. ഇത് ഞാനിപ്പോ പറഞ്ഞത് ഒരു സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 95% ഓഫ് ഫ്യൂച്ചർ റിട്ടേൺസ്. നേരത്തെ നമ്മൾ 68 എടുത്തുള്ളൂ. അപ്പോൾ 68ഉം 95ഉം തമ്മിലുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് 27%. ആ ഒരു പീരീഡിൽ ഈ റിട്ടേൺ ഇറ്റ് ക്യാൻ ബി ആവറേജ് റിട്ടേൺ +2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Average return again is 21.03%. അതിന്റെ കൂടെ 2 തവണ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂട്ടുകയാണ്, 12.07. ഒരിക്കൽ കൂടെ നമ്മൾ കൂട്ടുന്നു, സെക്കൻഡ് ടൈം 12.07, and the answer will be 45.17. So tell your client that this return, though the 3-year annualized return is at 21.03%, during in the future short term it can be 45.17%. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ 2020 കൊറോണ പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട്, കൊറോണ പീരീഡിൽ സെൻസെക്സ് 52,000-ൽ നിന്ന് 26,000-ലേക്ക് വന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് മാർക്കറ്റ് ബുള്ളിഷായി മുകളിലോട്ട് പോയി.
ആ പീരീഡ് 45 മാത്രമല്ല, ചില സമയത്ത് 100, 134 ഒക്കെ പെർസെൻറ്റേജ് റിട്ടേൺ നമ്മൾ കണ്ടിട്ടുണ്ട്. So this is another probability. Tell them sometimes it can be, though the average is 21.03%, sometimes the return can be 45.17%. അവിടെ അവസാനിക്കുന്നില്ല. ഇല്ലെങ്കിൽ it can be average return minus 2 standard deviation. അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത് 21.03 ആണ്. ഇതിൽ നിന്ന് 2 തവണ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറച്ചാൽ കിട്ടുന്ന തുക, കുറച്ചാൽ കിട്ടുന്നത് ഞാനിവിടെ കുറച്ച് കാണിക്കുന്നുണ്ട്. 21.03 minus 12.07, again minus 12.07, and the answer is 45. It is a minus 3.11. So tell your client that sometimes the return can be 45.17%. And sometimes it can be minus 3.11%. So don't get panic. Over the long time, we found that over the long time, many good funds, most of the good funds are given an average a CAGR of 15, around 15% or more, and some 20%. So here, the range, next 3 years return range during the 95% of the periods, it is between 45.17 and 3.11%. And there's a third situation also, which I didn't explain here, that is 99.7% of the period. ഈ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അധികമാകാം. ഇത് മൈനസ് നെഗറ്റീവ് സൈഡിൽ എടുത്താൽ ഈ 3 ഇയർ റിട്ടേണിൽ നിന്ന് 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവും വരാം. ഇതും പ്രോബബിൾ ആണ്. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. Now we will go to another example. ഇത് തന്നെ ICICIയുടെ തന്നെ വേറൊരു ഫണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ICICIയോട് പ്രത്യേകിച്ച് പ്രതിപത്തിയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ഏതെങ്കിലും ഫണ്ട് എടുക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് എടുത്തു പോയതാണ്. ഇതൊരു ഫുൾ ഇക്വിറ്റി ഫണ്ടാണ്, ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഒരു പാർട്ട് ഇക്വിറ്റി ഓർ വി കോൾ ഇറ്റ് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടിന്റെ ഫാക്ട് ഷീറ്റ് നോക്കിയാൽ ഈ ഫണ്ടിന്റെ ക്വാണ്ടിറ്റേറ്റീവ് പാരാമീറ്റേഴ്സിൽ ഡെപ്റ്റ് ഫണ്ടുകളുടെ പാരാമീറ്റേഴ്സും കൂടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഈ ഫണ്ടിന്റെ 3 ഇയർ റിട്ടേൺ, നമ്മൾ ഈ റിസ്കിന് എടുത്തിട്ടുള്ളത് 3 ഇയർ റിട്ടേൺ ആണെന്ന് ഞാൻ പറഞ്ഞു. 13.77% ആണ്. പക്ഷേ വാല്യൂ റിസർച്ചിൽ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറൻറ്റ്. ഇതിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് പാരാമീറ്റേഴ്സിൽ 2 തരത്തിലുള്ള ഉണ്ട്. ഇതിൽ ഈ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട്സിന് ബ്രോഡ്ലി ഹെഡ്ജ്ഡ് ഇക്വിറ്റി എന്നും അൺഹെഡ്ജ്ഡ് ഇക്വിറ്റി എന്നും രണ്ടായിട്ട് ഇക്വിറ്റി പോർഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറയാം. ഇതിലെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ്, ഡെപ്റ്റ് കമ്പോണന്റ്, ദിസ് ഈസ് ആവറേജ് മെച്യൂരിറ്റി, we will explain it in another class. Then modified duration, that also we will explain in another class. Makala duration and annualized, that is a portfolio year 2 YTM, that YTM full form, I don't remember it. YTM is, I don't remember. Yield to maturity. Yield to maturity. All right. പെട്ടെന്ന് ഓർമ്മയില്ല, സോറി. yield to maturity, ഇതൊക്കെ നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ വീണ്ടും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ ബ്ലൂ ചിപ്പ് ഫണ്ടിന്റെ പാരാമീറ്റേഴ്സ്, ആവറേജ് yield, annual portfolio ratio, turnover, standard deviation is here, and Sharper ratio is there, portfolio beta is there, and net equity level. Net equity level എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടില് 2 ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഉണ്ട്. ഒന്ന് ഹെഡ്ജ്ഡ് ഇക്വിറ്റി എന്നും 2 അൺഹെഡ്ജ്ഡ് ഇക്വിറ്റി എന്നാണ്. ഹെഡ്ജിങ് ഇല്ലാത്ത ഇക്വിറ്റിക്കാണ് അൺഹെഡ്ജ്ഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇവിടെ അൺഹെഡ്ജ്ഡ് ഇക്വിറ്റി 40.46% ആണ്. എന്തെങ്കിലും സംശയം ഇതുവരെ പറഞ്ഞതിലുണ്ടോ? ഇല്ല സർ. സാറ് ഇനി നെക്സ്റ്റ് ഇറ്റ് ഈസ് ക്ലിയർ. എക്സാമ്പിൾ ഒക്കെ കാണിച്ചപ്പോ
ഓൾമോസ്റ്റ് ക്ലിയർ ആയി. കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ കുറച്ചുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. യെസ് സർ, ഡെഫിനറ്റ്ലി. സർ നെക്സ്റ്റ് ടോപ്പിക്കിൽ പോവാം. കാര്യം വെച്ചാൽ 7:27 ആയി. നമുക്ക് 2-3 ടോപ്പിക് കവർ ചെയ്യും. ഞാനിവിടെ ഈ ഇതൊന്നും ഓടിച്ച് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇതിന്റെ എക്സാമ്പിൾ 2 again details are there, fund mean return is there. Here standard deviation, ഇത് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് ആയതുകൊണ്ട് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവാണ്. ഇറ്റ് ഈസ് എ 5.1%. Then Sharpe ratio is there. Sharpe ratio again, it is a return per unit risk. ഇവിടെ 5 ആണ് റിട്ടേൺ. സോ ഒരു റിട്ടേണിന് കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഒരു റിസ്കിന് കിട്ടുന്ന റിട്ടേൺ 1.64% ആണ്. I will skip this sheet. ഞാൻ ഈ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഈ ഫണ്ടിന്റെയും റിട്ടേൺസ് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മറ്റും നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് പോയില്ല. അതിന്റെ what you call ബെഞ്ച്മാർക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The next subject is ഇതെല്ലാം അവരുടെ ഫാക്ട് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഡീറ്റെയിൽസ് ആണ്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ നമ്മൾ ആ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിൽ കണ്ടത് ആണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ. പോർട്ട്ഫോളിയോ ടേൺ ഓവർ എന്ന് പറയുന്നത് ഈ ഒരു ഫണ്ടില് ഫണ്ട് മാനേജേഴ്സ് ഷെയർ വിൽക്കും വാങ്ങുകയും ചെയ്യും. അത് വിൽക്കുന്നത് ഇക്വിറ്റിയിൽ ഉള്ള ഷെയർ മാത്രമല്ല, ഡെപ്റ്റ് ഫണ്ട്സിലും സെയിൽസ് ഉണ്ടാവും, പർച്ചേസ് ഉണ്ടാവും. ഇക്വിറ്റിയിലും ഡെപ്റ്റിലും ഡെറിവേറ്റീവ്സിലും ചെയ്യുന്ന സെയിൽ അല്ലെങ്കിൽ പർച്ചേസ്, ഇത് രണ്ടില് ഏതാണോ ലോവസ്റ്റ് ദാറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് AUM, ഇതാണ് ടേൺ ഓവർ എന്ന് പറയുന്നത്. കഴിഞ്ഞ 12 മാസത്തെ AUM ആണ്, ട്രെയിലിംഗ് AUM ആണ് ഇതിന് പരിഗണിക്കുന്നത്. Then dividend yield, this is also simple. ഡിവിഡൻഡ് yield എന്ന് പറയുന്നത് ഒരു ഷെയറിന് എത്ര ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടോ ദാറ്റ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ദ ഷെയർ. ഇവിടെ സോ ഡിവിഡൻഡ് yield paid, the dividend paid by the company to the shareholder divided by the share price, and this is expressed as a percentage കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റിസ്കില് ബ്രോഡായിട്ട് 2 തരത്തിലുള്ള റിസ്ക് ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് നോൺ സിസ്റ്റമാറ്റിക് റിസ്ക്. ഇതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷർ ചെയ്യുന്നത് ടോട്ടൽ റിസ്ക് ആണ്. അതില് ഈ ടോട്ടൽ റിസ്കില് ഒന്ന് മാർക്കറ്റ് റിസ്കിന്റെ കാര്യം പറഞ്ഞു. മാർക്കറ്റ് റിസ്ക് നമുക്ക് മെഷർ ചെയ്യാനുള്ള ഒരു ടെർമിനോളജിയാണ് ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഒരു co-movement of the fund with reference to the benchmark. ഈ ബെഞ്ച്മാർക്കിന്റെ വോളറ്റിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഫണ്ടിന് അല്ലെങ്കിൽ സ്റ്റോക്കിന് ഉണ്ടാകുന്ന വോളറ്റിലിറ്റി, അത് ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ഫണ്ടിന്റെ ബീറ്റ 1 ആണ്. ബീറ്റ 1 ആണ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടും ബെഞ്ച്മാർക്ക് റിട്ടേണും വിൽ മൂവ് ഇൻ ടാൻഡം, ഒരുമിച്ച് പോവും. Then if the beta is 1, the market benchmark goes up. When the market goes up by 10%, the fund value is also expected to go up by 10%. മാർക്കറ്റ് താഴോട്ട് പോകുന്നു, 10% താഴെ പോയാൽ ഈ ഫണ്ടിന്റെ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ അതിന്റെ വിലയും 10% താഴോട്ട് പോകും. So this moves in tandem. Suppose the beta is 1.5. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഒരു 10% മുകളിലോട്ട് പോയാൽ the fund or stock value will go up by 15%. But again, if the market falls by 10%, the fund or stock value will fall by 1.15%. And again, if the beta is 0.7,
when the market goes up by 10%, the fund value will go only by 7%. Again, when the market goes down by 10%, the fund value or the stock value will go down by 7%. Then Sharpe ratio is this ഞാൻ explain ചെയ്തതാണ്. Sharpe ratio നേരത്തെ പറഞ്ഞു, it is the return per unit risk or the additional return for one standard deviation. Standard deviation is the unit of risk. So the calculate ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. ഫണ്ടിന്റെ റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ. റിസ്ക് ഫ്രീ റിട്ടേൺ എടുക്കുന്നത് മുംബൈ ഇന്റർബാങ്ക് ഓഫർ റേറ്റ് ആണ്, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഫണ്ടിന്റെ റിട്ടേണും റിസ്ക് ഫ്രീ റിട്ടേണും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഷാർപ്പ് റേഷ്യോ കിട്ടും. അതിന് നമുക്ക് എടുത്തിരിക്കുന്നത് റിസ്ക് ഫ്രീ റേറ്റ് എടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്താണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഫോർമുല ഈസ് RP minus RF divided by standard deviation. RP is the fund return, RF is the risk free rate, and sigma, small sigma is the standard deviation. Assume 50% is the CAGR and the standard deviation is 10. So standard deviation means risk. And the risk-free return is 5. So Sharpe ratio is return of the fund, that is 15%, minus risk-free rate, that is 5%, divided by standard deviation, that is 10. So for unit risk, you will be receiving, or the fund has given 0.5% return. So I think that is clear. I'll higher the Sharpe ratio means higher the return per unit risk. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. This is a terminology which is not much relevant to us, but I will just go through it. നമ്മൾ ഈ വോളറ്റിലിറ്റി പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള വോളറ്റിലിറ്റി ഉണ്ട്. ഒന്ന് പോസിറ്റീവ് വോളറ്റിലിറ്റി ഉണ്ട്, രണ്ട് നെഗറ്റീവ് വോളറ്റിലിറ്റി ഉണ്ട്. ആ പോസിറ്റീവ് വോളറ്റിലിറ്റിക്ക് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. ഈ സോർട്ടിനോ റേഷ്യോ എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേണിന് ഉള്ള റിട്ടേൺ എന്താണ്? നെഗറ്റീവ് ഹാംഫുൾ ഡീവിയേഷന് ഉണ്ട് കിട്ടുന്ന റിസ്ക്. അതിന് വേരിയേഷൻ ഓഫ് ദ ഷാർപ്പ്, ഒരു ഷാർപ്പ് റേഷ്യോന്റെ വേരിയേഷൻ ആണ്. ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് Sharpe ratio for the negative Sharpe ratio by minus risk-free return, or the fund return by risk-free return by the negative or a harmful deviation. The negative return calculation is also slightly complicated. ഞാൻ ഇവിടെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. I will send this PowerPoint ഞാൻ അയച്ചു തരാം. You can distribute it. If anybody has any doubt, you can call me. So the other ratio is a Jensen's alpha. Jensen's alpha എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോക്കിന് അല്ലെങ്കിൽ ഫണ്ടിന് ശാസ്ത്രീയമായിട്ട് എന്ത് റിട്ടേൺ കിട്ടാം എന്നുള്ളതിന് സംബന്ധിച്ച് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ ഇവിടെ റിലവൻ്റ് അല്ല. അതിനൊരു ഫോർമുലയുണ്ട്. ഫോർമുല ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി പോകുന്നുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്നാണ് പറയുന്നത്. ഒരു ഫണ്ടിന് പോർട്ട്ഫോളിയോയ്ക്ക് കിട്ടിയ റിട്ടേൺ, അതിൽ നിന്ന് ആ ഫണ്ടിന് ശാസ്ത്രീയമായിട്ട് അതിനൊരു ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്നാണ് പറയുക. ആ മോഡൽ അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാവുന്ന റിട്ടേൺ, ആ പോർട്ട്ഫോളിയോ റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാവുന്ന റിട്ടേണും തമ്മിലുള്ള ഡിഫറൻസിനാണ് ആൽഫ എന്ന് പറയുന്നത്. ജെൻസൺസ് ആൽഫ എന്നാണ് ടെക്നിക്കലി പേര്, ബട്ട് സെവറൽ ടൈംസ് ഇറ്റ് ഈസ് മെൻഷൻഡ് ആസ് ആൽഫ. ഒരു ഫണ്ടിന് ദ ഹയർ ദ ആൽഫ, സപ്പോസ് ഇറ്റ് ഈസ് നെഗറ്റീവ്, ആൽഫ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാൽക്കുലേറ്റഡ് റിട്ടേണിനേക്കാൾ കുറഞ്ഞ റിട്ടേൺ ആണ് ഫണ്ടിൻ്റെ കിട്ടിയിട്ടുള്ളത്. അത് ഫണ്ട് മാനേജറുടെ കഴിവുകേടിനെ
ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഈ ജെൻസൺസ് ഈ ആൽഫയും കൂടെ കൺസിഡർ ചെയ്യണം. പലപ്പോഴും ട്രെയിനിങ്ങിനൊക്കെ ആളുകൾ വരുന്ന സന്ദർഭത്തിൽ ദ ഫണ്ട് ഹാസ് ഗിവൺ സോ മച്ച് ആൽഫ എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനാണ്, അതിന് റിലവൻ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വെട്ടിയിരിക്കുന്നത്. ദെൻ പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ, ഇതൊരു വാല്യുവേഷനുള്ള ടെർമിനോളജിയാണ്. ഇറ്റ്സ് എ വെരി പോപ്പുലർ ആൻഡ് വെൽ നോൺ വാല്യുവേഷൻ മെത്തഡോളജി. പ്രൈസ് ടു ഏർണിംഗ് മീൻസ്, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, സപ്പോസ് ദ പി ഓഫ് എ ഫണ്ട് ഈസ് 20. The meaning is that if you invest 20 rupees, you will get 1 rupee return. ഈ പി എന്ന് പറയുന്നത് അത് സെൻസെക്സിന്റെ പി ഉണ്ട്, നിഫ്റ്റിയുടെ പി ഉണ്ട്, നമ്മുടെ ഫണ്ടിന്റെ പി ഉണ്ട്. ഈ പാരാമീറ്റേഴ്സ് ഒക്കെ ഈ വാല്യൂ റിസർച്ചിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഫാക്ട് ഷീറ്റിൽ ഇത് അവൈലബിൾ അല്ല. വാല്യൂ റിസർച്ചിന്റെ വെബ്സൈറ്റിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ICICIയുടെ ബ്ലൂ ചിപ്പ് ഫണ്ടിലാണ്. ഇതിനകത്ത് റിസ്ക് അതെന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ യു ക്യാൻ ഫൈൻഡ് what's a P ratio. P ratio for this fund is a 23.72. That means for an investment of 23.72 rupees, the return that you will obtain is 1 rupee. അപ്പൊ പിന്നെ പി റേഷ്യോ ഉയർന്നതായിരിക്കുന്നതാണോ നല്ലത്, താഴ്ന്നിരിക്കുന്നതാണോ നല്ലത്? ലോവർ ആണ് എപ്പോഴും നല്ലത്. Lower ആണ്. Suppose the price to earnings is 10. That means for every 10 rupee investment, you will get a 1 rupee return. Correct. അപ്പൊ അത് ഈ പി റേഷ്യോ എടുക്കുമ്പോഴും നമ്മൾ ഇത് ഐസൊലേറ്റ് ചെയ്തിട്ട് പി റേഷ്യോ എടുക്കുന്നതിന് പ്രസക്തിയില്ല. പി റേഷ്യോ എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫണ്ട് ലാർജ് ക്യാപ് ഫണ്ടാണോ, മിഡ് ക്യാപ് ഫണ്ടാണോ, സെക്ടർ ഫണ്ടാണോ, സ്മോൾ ക്യാപ് ഫണ്ടാണോ, ഇതൊക്കെ നോക്കിയിട്ട് ആ സെക്ടറിലുള്ള ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഫണ്ടുകളുടെ പിയുമായിട്ട് ആയിരിക്കണം കമ്പയർ ചെയ്യേണ്ടത്. ഇത് ഈ പി നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാം. 23 രൂപ 72 പൈസ മുടക്കിയാൽ 1 രൂപ കിട്ടും. യഥാർത്ഥത്തിൽ ഈ കിട്ടുന്നത് വാല്യുവേഷന് പി മാത്രമായിട്ട് എടുത്താൽ പോരാ. പി മീൻസ് പ്രൈസ് പെർ ബൈ ഏണിങ്സ്. ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു കമ്പനിയുടെ ഒരു ഷെയറിന് ടോട്ടൽ കമ്പനിയുടെ ഏണിങ്സ് എത്രയാണോ അതിന് ഷെയറിന്റെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ഷെയറിന് എത്ര ഏണിങ്സ് കിട്ടി എന്നുള്ളത് കണക്കാക്കാൻ പറ്റും. പക്ഷെ ഏണിങ്സ് നോർമലി ഇത് വർദ്ധിക്കാറുണ്ട്. നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാൻ, ബിസിനസ് ലൈനിൽ, ബിസിനസ് സ്റ്റാൻഡേർഡിൽ ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇന്ന കമ്പനിയുടെ അതിൻ്റെ പ്രോഫിറ്റ് ഈ വർഷം ഇത്ര ശതമാനം, 10%, 25%, 30% ഒക്കെ വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. വാല്യുവേഷൻ യഥാർത്ഥത്തിൽ ഈ പി റേഷ്യോയുടെ കൂടെ തന്നെ എടുക്കേണ്ട ഒരു ഘടകം അതിൻ്റെ ഏണിങ്സിലുള്ള ഗ്രോത്ത് ഒരു ഘടകമാണ്. മാത്രമല്ല അതിൻ്റെ ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ്, ഭാവിയിൽ കിട്ടാവുന്ന അതിൻ്റെ വാല്യൂം ഒരു ഘടകമാണ്. ഈ ഏണിങ്സ് ഗ്രോത്ത് കുറച്ച് നാൾ മുമ്പ് ഈ വാല്യൂ റിസർച്ചിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. അതുകൊണ്ട് ഏണിങ്സ് ഗ്രോത്ത് എന്താണ്, എവിടെ ലഭ്യമാകും എന്നുള്ളത് ആരെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ എനിക്കും സന്തോഷമാണ്. സാർ, എനിക്ക് തോന്നുന്നത് പെയ്ഡ് വേർഷനിലൊക്കെ ഉണ്ടാവുമായിരിക്കും. അവരിപ്പോ പെയ്ഡ് വേർഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ കുറെ ഫീച്ചേഴ്സ് ഒക്കെ അവര് പെയ്ഡ് വേർഷനിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എന്റെ ഒരു അനുഭവം സാറേ, ഏർണിങ്സ് ഗ്രോത്ത് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ സ്ക്രീനറിൽ പോയി കഴിഞ്ഞാൽ എവിടെ പോയാൽ സ്ക്രീനർ.in. അതെ, സ്ക്രീനറിൽ നമുക്ക് ആ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ, എക്സൽ ഇട്ട് കഴിഞ്ഞാൽ ഏർണിങ്സ് ഗ്രോത്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കാമല്ലോ. താങ്ക് യു. ആരാ പറഞ്ഞത് ഇപ്പോൾ? കൃഷ്ണാനന്ദ്. ഓ, താങ്ക് യു. താങ്ക്സ് കൃഷ്ണാനന്ദ്. താങ്ക് യു ഫോർ ദ നോളജ്. ഞാനത് നോക്കാം. റൈറ്റ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് മാത്രമായിട്ട് എടുക്കുന്നത് ശരിയല്ല. ഏർണിങ്സ് ഗ്രോത്ത് എടുക്കണം. ഏർണിങ്സ് ഗ്രോത്ത് എടുക്കുക മാത്രമല്ല, ഈ സ്റ്റോക്കിന്റെ വാല്യൂവില്
നാളെ ഉണ്ടാകുന്ന വർധനവ്, ഇതെല്ലാം കൂടാണ് നമ്മളൊരു സ്റ്റോക്കിന്റെ ഒരു അല്ലെങ്കിൽ ഫണ്ടിന്റെ വാല്യുവേഷന് നമ്മൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ. പക്ഷേ ഈ ധാരാളം ആൾക്കാർ പി റേഷ്യോ വെച്ചിട്ട് ഇതിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. ആ പി റേഷ്യോ എടുക്കുമ്പോൾ കഴിഞ്ഞ 4 ക്വാർട്ടറിലുള്ള ഏണിങ്സ് എടുത്തിട്ട് സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ ലാസ്റ്റ് 4 ക്വാർട്ടേഴ്സ് ഏണിങ്സ്. ഇതെടുക്കുന്നത് ലാസ്റ്റ് 4 ക്വാർട്ടേഴ്സ് ആണ് ഏണിങ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദ പി ഈസ് കോൾഡ് ട്രെയിലിംഗ് പി. അത് അടുത്ത 4 ക്വാർട്ടർ അല്ലെങ്കിൽ ഒരു വർഷം കിട്ടാൻ സാധ്യതയുള്ള ഏണിങ്സ് ആണ് നമ്മൾ കണക്കിലെടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് പി. ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. സമയം 7:45 അതുകൊണ്ട് ഞാൻ ഒരുപാട് ടെർമിനോളജീസ് ബാക്കിയില്ല, എന്നാലും ഞാൻ കുറച്ച് വേഗത്തിൽ പോവാണ്. So when the past earnings are considered, P is obtained is called trailing P, and when the projected future earnings are considered, P obtained is called forward P. Example ഇവിടെ കൊടുത്തിട്ടുണ്ട്. Example, suppose XYZ company stock price is 500 and the earnings price is 40. So P ratio is 500 divided by 40. That is 12.47. ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് എന്തൊക്കെ നോക്കണം? ഒന്ന്, മാർക്കറ്റിലെ പി റേഷ്യോ നോക്കണം, സെൻസെക്സിന്റെ പി ഉണ്ട്, നിഫ്റ്റിയുടെ പി ഉണ്ട്. ദെൻ ആ ഒരു സെക്ടർ, ആ ഒരു ഇൻഡസ്ട്രിയുടെ പി നോക്കണം, ആ സെക്ടറിന്റെ പി നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അല്ലാതെ പി റേഷ്യോ ഐസൊലേറ്റഡ് ആയിട്ട് നോക്കാൻ പാടില്ല. Then the next ratio is price to book value. ഒരു ഫണ്ടിന്റെ പി എടുക്കുമ്പോൾ അതെങ്ങനെ എടുക്കുന്നത്? ഒരു ഫണ്ടിൽ നിരവധി സ്റ്റോക്സ് ഉണ്ടാകും, അതെങ്ങനെയാണ് എടുക്കുന്നത്? സിഗ്മ ടോട്ടൽ ഓഫ് പി ഓഫ് ഈച്ച് സ്റ്റോക്ക് ഇൻറ്റു വെയിറ്റേജ് ഓഫ് ദ സ്റ്റോക്ക്, അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ the last ratio that now we are going to discuss is price to book value. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ആണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇറ്റ് കമ്പയർസ് എ പ്രൈസ് ടു ദ കമ്പനീസ് ബുക്ക് വാല്യൂ. ആ ബുക്ക് വാല്യൂ എടുക്കുമ്പോൾ അതിൻ്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒന്നും എടുക്കത്തില്ല, അതുകൊണ്ട് അതിൽ അത് പൂർണ്ണമായി ശരിയാകണമെന്നില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇഫ് XYZ കമ്പനീസ് ബുക്ക് വാല്യൂ ഈസ് 135, ബുക്ക് വാല്യൂ പെർ ഷെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഷെയറിന്റെ ടോട്ടൽ ബുക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി, അത് 135 ആണ്. ആ ഷെയറിന്റെ പ്രൈസ് 500 രൂപയാണ് എങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഈസ് 500 ഡിവൈഡഡ് ബൈ 135. സോ ദ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഈസ് 3.7. ഇതും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് റിലേഷൻ ടു ദ മാർക്കറ്റ്, ഇൻഡസ്ട്രി, സെക്ടർ, എറ്റ്സെട്ര. Then my subject is complete. You can ask for questions. Any doubt, anybody? എല്ലാരും മനസ്സിലാക്കേണ്ടത് ഈ ബുക്ക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബാലൻസ് ഷീറ്റ് ഐറ്റം. മനസ്സിലായില്ലേ? അതായത് അതിനകത്ത് സാറ് പറഞ്ഞ പോലെ മറ്റേ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതേപോലെ ഗുഡ് വില്ല്, ഇതൊന്നും എടുക്കില്ല. ബാലൻസ് ഷീറ്റിൽ കാണുന്ന ഒരു വാല്യുവേഷൻ ആണ് ബുക്ക് വാല്യൂ. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ പർട്ടിക്കുലർ കമ്പനി അടച്ചു പൂട്ടുകയാണെങ്കിൽ ഒരു ഷെയർ ഹോൾഡറിന് എന്ത് പൈസ കിട്ടും? അതായത് ആ കമ്പനിയുടെ മൊത്തം അസറ്റിൽ നിന്നും അവന്റെ ലയബിലിറ്റി കുറച്ചിട്ട് ബാക്കിയുള്ള പൈസ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നവന് എത്ര രൂപ കിട്ടും? അതാണ് ബുക്ക് വാല്യൂ. താങ്ക് യു. ഐ വാസ് ജസ്റ്റ് ക്വാളിഫൈങ് വാട്ട് സാർ സെഡ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു കൃഷ്ണാനന്ദ്. ഞാനിവിടെ ഈ ഫണ്ടിന്റെ പി റേഷ്യോ നമ്മൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദ പി ബി റേഷ്യോ ICICI Prudential Blue Chip ഫണ്ടിന്റെ ഇറ്റ് ഇസ് 3.57%, 3.57.
എന്ന് പറഞ്ഞാൽ ബുക്ക് വാല്യൂവിനേക്കാൾ 3.57 ഇരട്ടിയാണ് ആ ഈ ഫണ്ടിന്റെ വാല്യൂ, പ്രൈസ് ടു ബുക്ക് വാല്യൂ. ചില ഈ ഫണ്ട് മാനേജേഴ്സ് പി റേഷ്യോ പരിഗണിക്കുന്നത് ശരിയല്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം പി റേഷ്യോ എന്ന് പറയുന്നത് ഒരു വാല്യുവേഷൻ മെത്തേഡാണ്. ആർക്കെങ്കിലും കൃഷ്ണാനന്ദ് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. Or anybody can add something, or you can ask questions. കമ്പനിയുടെ വാല്യുവേഷൻ പി ഈസ് വൺ ഓഫ് ദി വാല്യുവേഷൻ മെത്തേഡ്സ്. അതിന് കുറെ പോസിറ്റീവ്സും ഉണ്ട്, പി റേഷ്യോയ്ക്ക് കുറെ നെഗറ്റീവ്സും ഉണ്ട്. ബേസിക്കലി പി റേഷ്യോ ക്യാൻ ബി യൂസ് ടു കമ്പയർ സിമിലർ ടൈപ്പ് ഓഫ് ഫണ്ട്സ്. മനസ്സിലായില്ലേ? അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ എന്താ പറയാ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എടുക്കുകയാണെങ്കിൽ മിക്ക എല്ലാ AMCയുടെയും ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പി റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാം. അല്ലാതെ ഒരു ഫണ്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ ഒരു AMCയുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പിയും വേറൊരു ഫണ്ടിന്റെ ലാർജ് ക്യാപ് ഫണ്ടിന്റെ പിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇത് കുറവാണ് അത് കൂടുതലാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. Similarly, it is a comparison tool within the same industry, P ratio. Even same ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ പല കാറ്റഗറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറാറുണ്ട്. ഫോർ എക്സാമ്പിൾ ബാങ്കിങ് ഫണ്ട്സ് എടുക്കുകയാണെങ്കിൽ you can just see the P ratio of any public sector bank is very, very, very low, while the P ratio of a private sector bank is very high. Correct. അപ്പൊ അതേപോലെ പി റേഷ്യോ എന്ന് പറയുന്ന ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോൾ പി റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യാം. ദാറ്റ്സ് ദ ഓൺലി തിങ് ഐ വാണ്ടഡ് ടു ക്വാളിഫൈ ഓൺ പി റേഷ്യോ. സാർ പറഞ്ഞതിന്റെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട്. താങ്ക് യു കൃഷ്ണാനന്ദ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഈ സബ്ജക്ട് എടുത്ത സബ്ജക്റ്റില്? ഉണ്ടെങ്കിൽ ചോദിക്കാം. Any doubt?